തുടരണം. ഇപ്പോൾ ഷാരിക PS അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്. ഇതിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ചുമതല ഈ PS ഷാരികയ്ക്കാണ്. ഈ ക്രമക്കേട് കണ്ടുപിടിച്ച എഞ്ചിനീയറാണ് PS ഷാരിക. ഷാരിക, വെരി ഗുഡ് മോർണിംഗ്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ക്രമക്കേട് ഒരു പക്ഷേ ഷാരിക വന്നില്ലായിരുന്നെങ്കിൽ കണ്ടുപിടിക്കപ്പെടുമായിരുന്നില്ല. 20-ാം തീയതി ഉദ്ഘാടനം ചെയ്ത ഒരു പക്ഷേ ഇങ്ങനെ പോയിരുന്നാൽ ഒരാഴ്ചക്കുള്ളിൽ മുകളിൽ നിന്ന് പലതും അടന്ന് താഴെ അവിടെ വരുന്ന ജനങ്ങളുടെ ദേഹത്തൊക്കെ വീഴുമായിരുന്നു. എന്താ സംഭവിച്ചത് PS ഷാരിക? സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ അവസാനത്തോടു കൂടിയാണ് എനിക്കിത് ശ്രദ്ധയിൽപ്പെട്ടത്. ചെറിയ ക്രാക്കായിരുന്നു സംഭവം. അപ്പൊ ആ ചെറിയ ക്രാക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ വിചാരിക്കുന്ന ചില പ്ലാസ്റ്ററിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ക്രാക്ക് ആയിരിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര വലിയ ക്രാക്കായി മാറി, നല്ല ഒന്നാന്തരം പൊട്ടലായി മാറി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സംഭവം വേറെയാണ്, ഇത് പ്ലാസ്റ്ററിങ്ങിലുള്ള അപാകതയൊന്നും അല്ല, ഇത് അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ സമയത്ത് അപാകത കൊണ്ട് ഞാൻ ഉടനെ എന്റെ ഹയർ ഒഫീഷ്യലായ പ്രോജക്ട് എഞ്ചിനീയറേയും പ്രോജക്ട് മാനേജറേയും വിവരം അറിയിച്ചു. ആ കൺസ്ട്രക്ഷൻ സമയത്തുണ്ടായ എഞ്ചിനീയറുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോ അവരതിന് അത്രയ്ക്ക് അങ്ങോട്ട് സീരിയസ്നെസ് കൊടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഉടനടി തന്നെ നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തന്നെ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തോട് ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുന്ന സംഭവമാണ്, നമുക്ക് അത് എങ്ങനെയെങ്കിലും എന്താണ് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തരണം. അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള റെമഡി എന്താണെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പം പക്ഷെ അവര് അത്രയും നാളായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്തില്ല, തിരക്കാണ്, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ ഈ 30-ാം തീയതി 29-ാം തീയതി ആയപ്പോൾ ഞാൻ കട്ടായം പറഞ്ഞു, സാർ ഇത് ശരിയാവത്തില്ല, എങ്ങനെയെങ്കിലും സൈറ്റ് വന്ന് നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 30-ാം തീയതി വന്ന് സൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ ക്രാക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, ആ ക്രാക്ക് ആ ഷെയ്ഡിൽ കംപ്ലീറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഷാരിക, ഇത് പ്ലാസ്റ്ററിങ്ങിന്റെ കുഴപ്പമല്ല, ഇതിനകത്ത് വേണ്ടത്ര സംവിധാനങ്ങൾ ചേരാത്തതാണല്ലേ? മെറ്റലും കമ്പിയും ഒന്നും വേണ്ടത്ര അനുപാതത്തിൽ ചേരാത്തതാണ് കാരണം. അതെ, അതായത് അപ്പോഴത്തേക്ക് ആ അന്നേരം കൺസ്ട്രക്ഷൻ സമയത്ത് ചുമതല ഉണ്ടായിരുന്ന ഓവർസിയറുടെ അടുത്ത് നിന്ന്, അപ്പൊ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ആ സമയത്ത് ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി എനിക്കത് അയച്ചു തന്നപ്പോഴത്തേക്കും ഞാനത് ഷോക്ക്ഡായിപ്പോയി. ആ ഫോട്ടോസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്, കാരണം ആവശ്യത്തിനുള്ള കമ്പി അതിനകത്ത് ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് സാധാരണ ഷെയ്ഡും ലിൻഡലുമായിട്ടൊക്കെ നമ്മൾ ഒരു പിടുത്തത്തിന് വേണ്ടി കമ്പിയൊക്കെ വളച്ചു കൊടുക്കും, അതൊന്നും ചെയ്തിട്ടില്ല. കോർണറിലൊന്നും കമ്പി ഇട്ടിട്ടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഷെയ്ഡിൽ നമ്മൾ തട്ടടിക്കുമ്പോഴത്തേക്കും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുട്ട് കൊടുക്കാറുണ്ട്, ആ മുട്ടൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഈ വില്ലേജ് ഓഫീസ്? 1600 സ്ക്വയർ ഫീറ്റ്. 1600 സ്ക്വയർ ഫീറ്റ്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് അതിന്റെ നിർമ്മാണ ചുമതല. എത്രയായിരുന്നു ഇതിന്റെ കോസ്റ്റ് എന്നറിയാമോ ഷാരിക? 44 ലക്ഷം രൂപയാണ്, ടാക്സ് ഉൾപ്പെടെ 44 ലക്ഷം. 1600 സ്ക്വയർ ഫീറ്റ്, 44 ലക്ഷം ടൈലടക്കം അല്ലേ? അതിനകത്ത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പണി അടക്കമല്ലേ? എല്ലാം അടക്കം 44 ലക്ഷം രൂപയാണ്. അപ്പൊ ശരിക്കും അതിൽ ആവശ്യത്തിന് കമ്പി ഇടണമായിരുന്നു, അതിന്റെ നിർമ്മാണമേളയിൽ ഈ പറയുന്ന മുട്ടൊക്കെ കൊടുത്ത് അതിന് സപ്പോർട്ട് കൊടുക്കണമായിരുന്നു, റീഇൻഫോഴ്സിങ് ശക്തമാക്കണമായിരുന്നു. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. ഇത് ഒരു നോട്ടക്കുറവ് മാത്രമാണെന്ന് ഷാരികയ്ക്ക് തോന്നുന്നുണ്ടോ? കാരണം അവിടെ മിക്ക സ്ഥലത്തും നോട്ടക്കുറവ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അവിടെ. പിന്നെ ബാക്കിയുള്ളതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇപ്പം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടെ ശരിയാണ്. ഷാരിക ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്കൂട്ടിലായനെ. ഇത് നിർമ്മാണം പൂർത്തിയായി ഈ കെട്ടിടം സർക്കാരിന് കൊടുത്ത പിന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണല്ലോ. യഥാർത്ഥത്തിൽ സർക്കാരിന് നേരിട്ട് ഇത് നിർമ്മിതി കേന്ദ്രം സാധാരണ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു വലിയ പരാതി വരാറില്ല. ഇത് ചില ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇത് കരാറല്ലല്ലോ ചെയ്യുന്നത്, നേരിട്ട് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് നിർമ്മിതി കേന്ദ്രം? അല്ല, നമ്മൾ കരാറാണ് കൊടുക്കുന്നത്. നമ്മളിത് ഓരോന്നും ഓരോ കരാറാണ് കൊടുക്കുക അല്ലേ? അല്ലല്ല, ബിൽഡിംഗ് അത് 44 ലക്ഷത്തിന്റെ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 47 ലക്ഷം ഒരു കരാറുകാരന് കൊടുത്തു. ആ കരാറുകാരനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നോ? അതായത് ഞാൻ ചുമതല എടുത്തതിന് ശേഷം ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ പറയുന്ന മെറ്റീരിയൽ, അതായത് നമ്മൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് അതിന്റെ മുകളിലോട്ട് ഞാൻ കെട്ടാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഞാനുമായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ താഴത്തെ നിലയിൽ ചിലപ്പോൾ നമ്മുടെ എഞ്ചിനീയേഴ്സ് പറഞ്ഞു കൊടുത്ത രീതിയിലാണോ പുള്ളിക്കാരൻ കമ്പി ഇട്ടിരിക്കുന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. കമ്പിയൊക്കെ ഒരു സങ്കല്പമായി, ശരിക്കും പറഞ്ഞാൽ കമ്പി ഒരു സങ്കല്പമായിരുന്നു. അതെ. അപ്പം കഴിഞ്ഞ ആഴ്ചയും ഞാൻ അതിന്റെ വേറൊരു സൈറ്റിൽ ഇവർ ചെയ്തതിന്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ഹണികോമ്പാണ്. അതിനകത്ത് ഈ മെറ്റൽ മാത്രമേ ഉള്ളൂ.
കിളിയാമ്പാടം എന്ന് പറഞ്ഞൊരു കോളനിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വളരെ പ്രധാനമായിട്ടും ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതേ രീതിയിലാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതെങ്കിൽ വലിയ അപകടം ഉണ്ടാവില്ലേ? കാര്യം വലിയ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ? വളരെ വളരെ കൂടുതലാണ്. അത് ഇപ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഭാഗം ഇങ്ങനെ അടർന്നിരിക്കുകയാണ്, കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഷാരിക, നമുക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടാൻ കഴിയില്ല. ഇത് തീർച്ചയായും നമുക്ക് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. താങ്ക് യു ഷാരിക. അതായത് ഇനിമേലാൽ ഈ പരിപാടി ചെയ്യരുത് അല്ലേ? ചെയ്യരുത്, അത്രേ ഉള്ളൂ എനിക്ക്. അല്ല, സത്യമാണ്. അപ്പൊ ഷാരിക പറഞ്ഞതിൽ നിന്നെല്ലാം ഉണ്ട്. ഇപ്പോൾ ഷാരിക കഥയെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു നോട്ടപ്പിറവ് മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു എഞ്ചിനീയർക്ക് അറിയില്ലേ ഇവിടെ എത്ര കമ്പി ഉപയോഗിക്കണം? അതും 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ കെട്ടിടമല്ലേ? 44 ലക്ഷം രൂപയുണ്ടല്ലോ. അതിൽ നിന്ന് ആവശ്യത്തിന് കമ്പിയൊക്കെ ഇട്ട് കെട്ടാവുന്നതല്ലേ ഉള്ളൂ അല്ലേ? നല്ല രീതിയിൽ ചെയ്യാം. അതെ, നല്ല രീതിയിൽ ചെയ്യാവുന്ന ഒരു ഇതാണ്. ഓക്കെ ഷാരിക, എന്തായാലും കണ്ടുപിടിച്ചതിന് അഭിനന്ദനങ്ങൾ. തീർച്ചയായും അത് പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം. അത് വലിയ ഒരു കാര്യമാണ് ഷാരിക ചെയ്തത്. കണ്ടുപിടിച്ചത് കൊണ്ട് എന്റെ ജോലി പോയി, അത്രേ ഉള്ളൂ. ജോലി പോയോ? അല്ല, ഇനി വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കരാറ് ഞാൻ ഡെയിലി വേജിലായിരുന്നു. 31-ാം തീയതി വെച്ചിട്ട് എന്റെ ഇത് തീർന്നു. അപ്പോഴത്തേക്കും ഇനി വരണ്ട. ഇത് വരണ്ടെന്ന് പറഞ്ഞാൽ ഈ നിർമ്മിതി കേന്ദ്രയിലെ എഞ്ചിനീയർ ആണോ? അതായത് പ്രോജക്ട് മാനേജർ. ഞാൻ 12-ാം തീയതി ഓഗസ്റ്റ് 12-ാം തീയതി എന്റെ കരാർ പുതുക്കുന്നതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അർജുൻ മട്ടന്നൂർ 1-2 കാര്യങ്ങൾ കൂടി ഷാരികയോട് ചോദിക്കുന്നുണ്ട്. കാരണം ഇവര് ഇതേ രീതിയിൽ കുറെ അധികം കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരു തുമ്പ് മാത്രമാണ്. ഷാരിക എന്തായാലും അതിൽ നിരാശപ്പെട്ട് പിന്നോട്ട് പോകുന്നത്. ഷാരിക ചെയ്യാനുള്ളത് ചെയ്തു. നിർമ്മിതി കേന്ദ്രയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കിനി വരുന്ന വഴിയെ കാണാം. താങ്ക് യു ഷാരിക. ഷാരിക PS ആണ് നമുക്കൊപ്പം ചേർന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകർ കാണുന്നു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ഉണ്ട്. കമ്പിയൊക്കെ ഇവിടെ ഒരു സങ്കല്പം മാത്രമാണെന്നേ. ആ എഞ്ചിനീയറുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. വന്ന് നോക്കുമ്പോൾ അവിടെ കെട്ടിയിരിക്കുന്നത് ആവശ്യത്തിന് കമ്പി കെട്ടേണ്ട മൂലകളിലൊക്കെ കമ്പിയൊക്കെ കെട്ടി ശക്തിപ്പെടുത്തേണ്ട, റീഇൻഫോഴ്സ് ചെയ്യേണ്ട മേഖലയാകെ കമ്പിയൊന്നും ഇല്ലാതെ ചുമ്മാ കോൺക്രീറ്റ് അടിച്ചങ്ങ് പോയിരിക്കുകയാണ്. ആ കോൺക്രീറ്റൊക്കെ അടന്നു വീഴുന്നു. 20-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരുന്ന കെട്ടിടമാണ്. ഇവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. പഞ്ചവടി പാലം എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. ആ പഞ്ചവടി പാലം പോലെ ഒരു പാലം കഴിഞ്ഞ തവണ നമ്മുടെ കൊച്ചിയിൽ പൊളിഞ്ഞു വീണത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ഇത് അതിനേക്കാൾ വലിയ വിരുദ്ധന്മാരാണ് അല്ലേ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണെങ്കിലും അതൊരു നോട്ടക്കുറവ് മാത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പുതിയ എഞ്ചിനീയർ എത്തി ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ആ എഞ്ചിനീയറെ പുറത്താക്കി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? മാന്യമായി തൊഴിലെടുത്ത് ജീവിച്ചൂടെ സാർ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. അർജുൻ മട്ടന്നൂർ, ഇത് ഷാരിക പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗുരുതരമായ ക്രമക്കേടാണ് അവിടെ നടന്നിരിക്കുന്നത്. അടിച്ചു മാറ്റി എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ സാഹചര്യത്തിൽ അല്ലേ അർജുൻ? ഉറപ്പായിട്ടും അരുൺകുമാർ. മാത്രവുമല്ല അതിനോട് ചേർക്കാനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം നടത്തിയത് ബെന്നി പി എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ്. ഈ ബെന്നി പി ഈ നിർമ്മിതി കേന്ദ്രയുടെ നേരിട്ടുള്ള എഞ്ചിനീയറാണ്. എന്നാൽ കൂടുതൽ ജോലികൾ വരുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടാകുമ്പോൾ, ക്ഷാമമുണ്ടാകുമ്പോൾ അവർ പുറത്തു നിന്ന് ആളുകളെ ഇത്തരത്തിൽ കരാറടിസ്ഥാനത്തിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ എടുക്കുകയാണ് ചെയ്യുക. അത്തരത്തിൽ ഈ നിർമ്മിതി കേന്ദ്രയുടെ ഒരു പദ്ധതിയിലേക്ക് വന്ന ആളാണ് ഷാരിക PS. ഈ ഷാരിക PS ആണ് പിന്നീട് ഇത് കണ്ടെത്തുന്നത്. അതായത് നേരത്തെ ഈ ആദ്യഘട്ടം ഇതിൻ്റെ ലിൻഡലും അതോടൊപ്പം തന്നെ ഷെയ്ഡ് വരെയുള്ള ഭാഗങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് എറണാകുളം ജില്ലാ നിർമ്മിതി കേന്ദ്രയുടെ നേരിട്ടുള്ള എഞ്ചിനീയറായ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബെന്നി പി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് അതിന് ഏതാണ്ട് 1.5 വർഷത്തിലേറെ അതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തോളമായി മാത്രമാണ് ഈ ഷാരിക ഈ ജോലി ചെയ്തത്. ഈ ജോലി ഏറ്റെടുത്ത ശേഷം ഈ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയിലാണ് ഈ താഴെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു വിള്ളൽ കണ്ടത്. ഇതാണ് ഈ ഷാരികയ്ക്ക് സംശയമുണ്ടായത്. ഇത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഇനി വരണ്ട എന്ന് ദിവസവേതനാടിസ്ഥാനത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ഷാരികയോട് നിർമ്മിതി കേന്ദ്രം ആവശ്യപ്പെട്ടത്. ജില്ലാ കളക്ടർ തന്നെയാണ് ഈ നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ. സ്വാഭാവികമായും ജില്ലാ കളക്ടറുടെ മുമ്പിലേക്ക് ഈ പരാതി എത്തിയിട്ടുണ്ട്. മറ്റൊരു കൗതുകം കൂടിയുണ്ട് അരുൺകുമാർ. അതായത് ഈ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നിർമ്മിതി കേന്ദ്രയോട് ചോദിച്ചപ്പോൾ അവർ വാക്കാൽ നൽകിയ മറുപടി അത് ഈ നിർമ്മാണം പൂർത്തിയായ ശേഷം അവിടെയുള്ള മരങ്ങൾ മുറിച്ചിരുന്നു. ആ മരക്കൊമ്പ് വീണാണ് ഈ വിള്ളൽ ഉണ്ടായത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അപ്പോഴാണ് ഈ
തെളിവുകൾ വളരെ പ്രസക്തമാകുന്നത്. ശാരിക നേരത്തെ കളക്ട് ചെയ്ത ഈ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചില ഫോട്ടോസ് ശാരികയുടെ കയ്യിലുണ്ട്. ആ ഫോട്ടോസിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതിൽ ആവശ്യത്തിന് കമ്പികൾ ഉപയോഗിച്ചിട്ടില്ല, കൃത്യമായ സിമൻ്റ് അല്ല ഉപയോഗിച്ചത്. നേരത്തെ ശാരിക പറഞ്ഞ ആരോപണങ്ങളൊക്കെ തന്നെ ശരിവെക്കുന്നതാണ് ഈ ഫോട്ടോസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അർജുൻ മട്ടന്നൂർ ഈ വാർത്തയുടെ പിന്നിൽ തന്നെ നിൽക്കണം. കളക്ടറുടെ ഉടൻ തന്നെ നമുക്ക് ഈ കാര്യത്തിലൊരു പ്രതികരണം ഔദ്യോഗികമായി തന്നെ തേടേണ്ടതുണ്ട്. മാത്രമല്ല ശാരികയ്ക്ക് ഒരു കാരണവശാലും ജോലി നഷ്ടപ്പെടാൻ പാടില്ല. ആ കാലാവധി കഴിഞ്ഞതാണെങ്കിലും ഇതേപോലുള്ള എഞ്ചിനീയർമാരെ നിർമ്മിതി കേന്ദ്രം സൂക്ഷിക്കുന്നതാണ് നിർമ്മിതി കേന്ദ്രയുടെ വിശ്വാസതയ്ക്ക് നല്ലതെന്നേ പറയാനുള്ളൂ. കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആവശ്യത്തിന് ഈ പറയുന്ന മെറ്റലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചില്ലെങ്കിൽ സർക്കാരിന് പേരുദോഷം ഉണ്ടാക്കുന്ന പണിയിൽ ഏർപ്പെടരുത് എന്ന് മാത്രമേ നമുക്ക് നിർമ്മിതി കേന്ദ്രയിലെ പ്രൊജക്ട് മാനേജറോട് പറയാനുള്ളൂ. പ്രൊജക്ട് മാനേജറെ കാര്യങ്ങളൊക്കെ എന്തായാലും നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ കളക്ടർ ഇക്കാര്യത്തിലൊരു വിശദമായ പഠനം നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയം റിപ്പോർട്ടർ TV ഏറ്റെടുക്കുകയാണ്. എന്താണ് ഈ വില്ലേജ് ഓഫീസിൽ സംഭവിച്ചത് എന്നുള്ളത് കളക്ടർ പഠിച്ച് നമ്മളോട് പ്രതികരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.